ഞങ്ങളിന്ന് പുഴയ്ക്ക് കുളിക്കാൻ പോവാണ് കേട്ടോ. പോയി പോയി പോയി. അപ്പൊ എല്ലാരും ഇതാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ആദ്യമൊക്കെ ഇതാക്കണ് മീൻ കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് കേട്ടോ. കിട്ടിയാൽ കാണാം. ചൂണ്ടലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. മീനൊക്കെ നമുക്ക് വളർത്തടാ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പുഴയിലെത്തി കൂട്ടുകാരെ. വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഇന്ന് വന്നത്. കണ്ടോ, വെള്ളം നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറവായിരുന്നല്ലോ. മഴ പെയ്യുന്നുണ്ടോ ഭഗവാനെ? ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നതാണ്. ചായയും കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാം. കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. മീനൊക്കെ ഇതാക്കണ ഓള് വെച്ച് കൊണ്ടുവന്നേ കേട്ടോ. ഇതൊന്ന് ഓളമാക്കിയാണ്. കപ്പ, കാന്താരി ചമ്മന്തി, കൊല്ലേ കേട്ടോ. അടിപൊളി. ഇത് കൂട്ടി ചോറങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ, കുഴച്ച് സൂപ്പറാവും. പിന്നെതാ മത്തിക്കറി. ഒരു കാര്യം ഉണ്ടായി, ഞങ്ങൾ ഇവിടെ എത്തിയപ്പത്തിന് എന്താ പറയാ, ഇതിന്റെ വീരങ്ങോട്ട് പോയിട്ടു. മത്തി വറുത്തത് ഇതിങ്ങനെ കഴിക്കണ കണ്ടോ, ഒരു രക്ഷയില്ല. അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോ ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വേറെ തന്നെ ഉണ്ടോ. അത് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കില്ല. അതൊക്കെ മതിയോ? എടി മത്തി വറുത്തെടുത്തു, നല്ല രസമുണ്ടല്ലോ. കറി കൊണ്ടുവന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അക്കു ചോറിനണേ. അല്ല, ചോറല്ല, കപ്പ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ദിയശ്രീൻ്റെ വീട്ടിലത്തെ കറിയാണ്. അയിലക്കറി ഉണ്ട്, മത്തി വറുത്തതുണ്ട്. ഇതാ കണ്ടോ, കഴിഞ്ഞു കേട്ടോ. മീൻ വറുത്തതൊക്കെ കഴിഞ്ഞു. മീൻകറിയൊക്കെ തണുപ്പുണ്ടോ? ഞാൻ പോരാ, ഇതൊന്ന് കാലിയാക്കട്ടെ. സൂപ്പർ. കപ്പ മീൻകറി ചമ്മന്തി ഒക്കെ കഴിച്ചു, വയറ് ഫുള്ളായി. സോപ്പൊക്കെ കൊണ്ടുവന്നു. റിവലിന്റെ സോപ്പാണ്. അതാ 2 ചപ്പാത്തി മാവ് ഇതിന്റെ ഉടുക്കിട്ട, എന്നിട്ട് വെക്കുമ്പോ അത് വരും. ആദ്യം ചപ്പാത്തി മാവ് കണ്ടിട്ട് നല്ല തണുപ്പുണ്ടോ? ഒഴുക്കില്ല വെള്ളത്തിൽ എങ്ങനെയാ നിൽക്കുക പെണ്ണ? ഇതൊക്കെ എതിരോ ഇങ്ങനെ വെക്കേ പോകും. പിന്നെ ആ വെയിലറച്ചു, മഴ ഉണ്ടായിരുന്നു ഇത്രയും നേരം. അങ്ങനെയല്ലേ ഇതിലിട്ടുണ്ട്. ആ അരുണ്ടേ നല്ല ഒഴുക്കാണ്. നീന്താ അറിയില്ലേ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലേ. ഇഷ്ടൊന്നും നീന്ത. ഞങ്ങളിങ്ങനെ അടി കൂടെ പോലെ ഇതിന്റെ മാറി കടന്ന് ഇങ്ങനെ. എത്ര വർഷമായി നീന്തൽ പഠിക്കലാണ്? നീന്തിപ്പോ 2 വർഷമോ? അതിനൊക്കെ കഴിഞ്ഞിട്ടോ. സർട്ടിഫിക്കറ്റ് ഇനി ഒന്നുകൂടി ഇതായിക്കോ.
ഇടയ്ക്കിടയ്ക്ക് അത് നോക്കോ. ഷാജിനൊക്കെ നന്നായിട്ട് നീന്തൽ അറിയും. പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒഴുക്കില് പെട്ടാലേ ഏത് നീന്തുന്നവരും പോകും. അമ്മ ഒന്നുടി ദിയ വേമ്പോ. കൂളിയൊക്കെ കഴിഞ്ഞ് നമുക്കിത് പോയി അലക്കണം കേട്ടോ. എടാ ആ കൽപ്പില് വെള്ളം എടുത്തിട്ട് ഇരിക്കിട്ടാ. ഒന്നുകൂടി ആക്കൂ. ആ കപ്പില് വെള്ളം എടുത്തിട്ട് സോപ്പ് ഇടണേ. ആദ്യം സോപ്പ് കിട്ടാ. അത് നമ്മള് വെള്ളത്തിൽ വന്നാൽ തന്നെ അതിന്റെ തലയൊക്കെ പോയിണ്ടാവും. ഇതാ സോപ്പ് കിട്ടി. മഴ മാറാതിയെ പിടിച്ച് വെക്കട്ടെ. ശരിക്ക് കുളിക്കണ മുന്നാണ് ചെരുപ്പൊക്കെ ഒരുക്കണ്ട. ചെരുപ്പ് ഒരുക്കണ കാര്യം ഞങ്ങൾ മറന്നു. അപ്പൊ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുഴയ്ക്ക് വരുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. വീട്ടിൽ നിന്നൊന്നും ഇത് നടക്കില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പത്തിന് ഇതാ മീൻകറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ആന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ആർത്തിയോടെ കഴിക്കണ കണ്ടില്ലേ എല്ലാവരും. അതൊക്കെ ദേവുവിന്റെ കൂട്ടുകാരികളാണ്. ഇതാ കണ്ടേഷികള്. ദിയശ്രീ കുറച്ച് നേരത്തെ വന്നിരുന്നു. ഇതാക്കണേ ഇവര് പുഴയില് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. വെള്ളം കാണാതെ വന്നതാണ് കേട്ടോ ഒക്കെ. അപ്പൊ വെള്ളം കണ്ടപ്പോ ഒരു ആകാംക്ഷ കണ്ടില്ലേ. വെള്ളത്തിലാണ് എല്ലാരും. ഞങ്ങളിതാ പോകുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പോരുകയാണ്. എല്ലാരും ഉണ്ട്. അപ്പം എല്ലാവരും ഇതാ പോന്നുകൊണ്ടിരിക്കുകയാണ്. മഴ നന്നായിട്ട് വരുന്നുണ്ട്. വീട്ടിലെത്തുമ്പോഴത്തേന് മഴ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. മഴ ഇതാ പെയ്തിട്ട് ഒരമ്പി വരുന്നുണ്ട്. ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പത്തിന് ഇതാ വീട്ടിലെത്താനായിട്ടുള്ളൂ കേട്ടോ. എത്തിയിട്ടില്ല. അപ്പം മഴ പെയ്തു മക്കളെ. ഏതായാലും ഞങ്ങൾ കഴിച്ചില്ലായിട്ടോ. നമ്മൾ പുഴയ്ക്ക് പോണതിന് മുമ്പായിട്ട് ബിരിയാണിയൊക്കെ ഇതാ തട്ടിട്ട് പോയതായിരുന്നു കേട്ടോ. ഏട്ടനാണ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയാണ്. വറുക്കാനുള്ള ചിക്കൻ നമ്മളിതാ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേന് ഇതാ അമ്മ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ മക്കളെ. കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി വന്നതാ ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ബിരിയാണി. കുറച്ച് പേര് ഫുഡ് കഴിച്ച് പോയി.
ഉം. ദേവുട്ടി ഇതാക്കണ് ചോറൊക്കെ ഞങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, കറി മാത്രം. അതെല്ലാവർക്കും അറിയാം. നാളെ എക്സാം ആണ് മക്കളെ. അപ്പോ ഇതൊക്കെ ഉള്ള ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. എടി ദേവുട്ടീൻ്റെ അച്ഛനാണ് ബിരിയാണി വെച്ചത് കേട്ടോ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. അച്ഛൻ്റെ സ്പെഷ്യലാണെന്ന്. ഞാനൊന്നും നോക്കിയിട്ടേ ഇല്ല കേട്ടോ, ഒക്കെ അച്ഛനാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളി. ഓളമ്മയൊക്കെ അടിപൊളിയായിട്ട് ഉമ്മച്ചിയൊക്കെ ബിരിയാണി വെക്കണ ആളോടാണ് നമ്മൾ എങ്ങനെയുണ്ട് ബിരിയാണി ചോദിക്കണത്. എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം ഏട്ടനും ഞാനും അമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.